നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കാൻ വേണ്ടി കാത്തിരിക്കുകയും അതെപ്പോഴാണ് സംഭവിക്കുക എന്നോർത്ത് നിരാശരാകുകയും ചെയ്തിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ മാസങ്ങളായോ അല്ലെങ്കിൽ വർഷങ്ങളായോ ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അത് നേടാനായി പലവിധത്തിലുള്ള മാനിഫെസ്റ്റേഷൻ രീതികൾ പിന്തുടരുകയും ചെയ്യുന്ന ഒരാളായിരിക്കാം. പലപ്പോഴും നാം ഒരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോൾ വരുമെന്ന ആകാംക്ഷ നമ്മളെ വല്ലാതെ അലട്ടാറുണ്ട്. ചിലപ്പോൾ തോന്നാം, ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന്. പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ആ ഘട്ടത്തിൽ നിങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ വരെ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്കെത്തുന്നതിന് തൊട്ടുമുൻപാണ് ഏറ്റവും വലിയ നിരാശയും സംശയങ്ങളും നിങ്ങളെ വേട്ടയാടുക. ഇരുട്ടിന്റെ കാഠിന്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് പുലർച്ചയ്ക്ക് തൊട്ടുമുൻപാണ് എന്ന് പറയുന്നതുപോലെയാണ് ഇതും. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പ്രപഞ്ചം നൽകാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചനകൾ നിങ്ങളുടെ ചുറ്റും തന്നെയുണ്ട്. പക്ഷെ പലപ്പോഴും ആ തിരക്കുകൾക്കിടയിൽ നാം അത് ശ്രദ്ധിക്കാതെ പോകുന്നു. മാനിഫെസ്റ്റേഷൻ എന്നത് കേവലം ഒരു മാന്ത്രിക വിദ്യയല്ല. അത് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവൃത്തികളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് കൃത്യമായി വിന്യസിക്കുന്ന ഒരു പ്രക്രിയയാണ്. നിങ്ങളൊരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോൾ പ്രപഞ്ചം അത് നിങ്ങൾക്ക് നൽകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു. നിങ്ങളുടെ ഊർജ്ജവും പ്രപഞ്ചത്തിന്റെ ഊർജ്ജവും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നു. ഈ പ്രക്രിയയിൽ നിങ്ങൾ ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രപഞ്ചം നിങ്ങൾക്ക് ചില സൂചനകൾ നൽകും. ഈ സൂചനകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ യാത്ര കൂടുതൽ എളുപ്പമാകും. അനാവശ്യമായ ഉത്കണ്ഠകൾ ഒഴിവാക്കാനും കൂടുതൽ വിശ്വാസത്തോടെ മുന്നോട്ടു പോകാനും ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ശരിയായ പാതയിലാണ് എന്ന് ഉറപ്പുവരുത്താൻ പ്രപഞ്ചം അയക്കുന്ന ഇത്തരം ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഓരോ ചെറിയ മാറ്റങ്ങളും വലിയ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്ന് വ്യക്തമാക്കുന്ന 7 പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ചാണ്. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സന്തോഷിക്കുക. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ ഇനി അധികം ദൂരമില്ല. ഒന്നാമത്തെ ലക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ചുണ്ടാകുന്ന ചില സൂചനകളാണ്. ഇതിനെ നമുക്ക് സിൻക്രോണിസിറ്റി എന്ന് വിളിക്കാം. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പൂർണ്ണതയിലേക്ക് അടുക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് നിങ്ങൾക്ക് നിരന്തരം ചില പ്രത്യേക സൂചനകൾ ലഭിച്ചു തുടങ്ങും. ഉദാഹരണത്തിന്, നിങ്ങളെപ്പോൾ മൊബൈൽ ഫോണിലോ ക്ലോക്കിലോ സമയം നോക്കിയാലും 1:11, 2:22, 3:33 എന്നിങ്ങനെയുള്ള ആവർത്തിക്കുന്ന നമ്പരുകൾ കാണുക. ഇത്തരം നമ്പരുകൾ വെറുമൊരു യാദൃശ്ചികതയല്ല. ഇത് പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു രീതിയാണ്. നിങ്ങൾ ശരിയായ പാതയിലാണുള്ളതെന്നും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഓർമ്മിപ്പിക്കാനാണ് പ്രപഞ്ചം ഇത്തരം നമ്പരുകൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട വാക്കുകൾ, പേരുകൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്നതും ഇതിന്റെ മറ്റൊരു ഭാഗമാണ്. നിങ്ങളൊരു പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പ്രത്യേക മോഡൽ വാഹനം നിരത്തുകളിൽ നിങ്ങൾ പതിവായി കാണാൻ തുടങ്ങും. നിങ്ങളൊരു പ്രത്യേക വ്യക്തിയുമായുള്ള ബന്ധം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ പേര് മറ്റ് പല സാഹചര്യങ്ങളിലും നിങ്ങൾ കേൾക്കാനിടവരും. ഇതൊക്കെ നിങ്ങളുടെ ഉപബോധമനസ്സ് പ്രപഞ്ചവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങളുടെ ചിന്തകൾ യാഥാർത്ഥ്യമായി മാറുന്നതിന്റെ ആദ്യ പടിയാണ് ഇത്തരം സൂചനകൾ. അതിനാൽ ഇത്തരം സൂചനകൾ കാണുമ്പോൾ അതിനെ വെറുമൊരു യാദൃശ്ചികതയായി തള്ളിക്കളയാതെ പ്രപഞ്ചം നൽകുന്ന സന്ദേശമായി കണ്ട് നന്ദിയോടെ സ്വീകരിക്കുക. രണ്ടാമത്തെ ലക്ഷണം നിങ്ങളുടെ ആഗ്രഹത്തോടുള്ള അമിതമായ ആശ്രയത്വം അല്ലെങ്കിൽ ആർത്തി ഇല്ലാതാകുന്നു എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നിയേക്കാം. ഒരു കാര്യം നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് അതിനോടുള്ള താൽപ്പര്യം കുറയുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഒന്നാണിത്. തുടക്കത്തിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കാത്തതിലുള്ള അമിതമായ ഉത്കണ്ഠയും നിരാശയും നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കാം. എപ്പോഴാണിത് സംഭവിക്കുക, എങ്ങനെയാണിത് സംഭവിക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ നിരന്തരം അലട്ടിയിരിക്കാം. എന്നാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഫലിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ശാന്തത കൈവരും. ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന ഭയം നിങ്ങളെ വിട്ടുമാറും. അത് തീർച്ചയായും നടക്കും എന്നുള്ളൊരു അടിയുറച്ച വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടും. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ആ കാര്യത്തോടുള്ള അമിതമായ ആശ്രയത്വം ഇല്ലാതാകുന്നു. ഇതിനർത്ഥം നിങ്ങൾ ആ ആഗ്രഹം ഉപേക്ഷിച്ചു എന്നല്ല, മറിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമായി എന്നാണ്. ഉത്കണ്ഠ നിറഞ്ഞ ഊർജ്ജത്തിൽ നിന്ന് മാറി തികഞ്ഞ സമാധാനത്തിന്റെയും സ്വീകാര്യതയുടെയും ഊർജ്ജത്തിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത്. നിങ്ങൾ പ്രപഞ്ചത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ഫലത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ആഗ്രഹങ്ങൾ വേഗത്തിൽ യാഥാർത്ഥ്യമാകും. ഉള്ളിലെ ഈ ശാന്തത നിങ്ങളുടെ ആഗ്രഹം വാതിൽക്കൽ എത്തിനിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും ശക്തമായ ലക്ഷണമാണ്. മൂന്നാമത്തെ ലക്ഷണം പെട്ടെന്നുണ്ടാകുന്ന ചില പ്രതിസന്ധികളും തടസ്സങ്ങളുമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരു വലിയ മാറ്റത്തിനു മുൻപായി ചില പഴയ കാര്യങ്ങൾ തകർന്നടിയേണ്ടതുണ്ട് എന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം നടക്കാൻ പോകുന്നതിന് തൊട്ടുമുൻപായി നിങ്ങളുടെ ജീവിതത്തിൽ ചില വലിയ വെല്ലുവിളികൾ ഉണ്ടായേക്കാം.
നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ചിലത് നഷ്ടപ്പെടുകയോ ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുകയോ ഒക്കെ ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾ ചിന്തിച്ചേക്കാം, ഞാൻ ഇത്രയധികം പോസിറ്റീവായി ചിന്തിച്ചിട്ടും എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ മോശം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന്. എന്നാൽ ഇത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പരാജയപ്പെടുന്നതിന്റെ ലക്ഷണമല്ല, മറിച്ച് അത് സംഭവിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമാണ്. നിങ്ങളുടെ പുതിയ ആഗ്രഹങ്ങളെ ഉൾക്കൊള്ളാൻ പഴയ ചില ശീലങ്ങളോ സാഹചര്യങ്ങളോ വ്യക്തികളോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. പുതിയതൊന്ന് നിർമ്മിക്കുന്നതിനു മുൻപ് പഴയത് പൊളിച്ചുമാറ്റുന്നതുപോലെയാണിത്. പ്രപഞ്ചം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിലെ തടസ്സങ്ങളെ നീക്കം ചെയ്യുകയാണ് ഈ പ്രതിസന്ധികളിലൂടെ ചെയ്യുന്നത്. അതിനാൽ ഇത്തരം ഘട്ടങ്ങളിൽ തളർന്നുപോകാതെ ഇത് പുതിയതിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്ന് മനസ്സിലാക്കി മുന്നോട്ടു പോവുക. ഈ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേരിടുക, കാരണം ഇതിനുമപ്പുറം നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ ഇത്രകാലം ആഗ്രഹിച്ച ആ വലിയ സ്വപ്നമാണ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. 4ാമത്തെ ലക്ഷണം ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന ശക്തമായ പ്രേരണകളാണ്. നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നതിന്റെ വളരെ വ്യക്തമായൊരു സൂചനയാണിത്. നിങ്ങളുടെ ദിനചര്യകളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകും. അത് ചിലപ്പോൾ ഒരു പുതിയ കോഴ്സ് പഠിക്കാനുള്ള ആഗ്രഹമാകാം, അല്ലെങ്കിൽ ഒരുപാട് കാലമായി സംസാരിക്കാത്തൊരു സുഹൃത്തിനെ വിളിക്കാനുള്ള തോന്നലാകാം. അതുമല്ലെങ്കിൽ പതിവായി പോകുന്ന വഴിക്ക് പകരം മറ്റൊരു വഴിയിലൂടെ യാത്ര ചെയ്യാനുള്ള പ്രേരണയാകാം. ഇത്തരം തോന്നലുകൾ വെറുതെ ഉണ്ടാകുന്നതല്ല. പ്രപഞ്ചം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ശരിയായ വഴി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇതിനെയാണ് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന വ്യക്തികളിലേക്കോ സാഹചര്യങ്ങളിലേക്കോ നിങ്ങളെ നയിക്കാനാണ് പ്രപഞ്ചം ഇത്തരം പ്രേരണകൾ നൽകുന്നത്. പലപ്പോഴും നാം ബുദ്ധികൊണ്ട് ചിന്തിക്കുമ്പോൾ ഇത്തരം പ്രവൃത്തികൾക്ക് വലിയ അർത്ഥമൊന്നും തോന്നിയെന്ന് വരില്ല. എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ ശബ്ദത്തെ വിശ്വസിച്ച് മുന്നോട്ടു പോകുമ്പോൾ അത് നമ്മളെ അത്ഭുതകരമായ ചില അവസരങ്ങളിലേക്കായിരിക്കും എത്തിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തമായ പ്രേരണയുണ്ടാകുമ്പോൾ അതിനെ അവഗണിക്കരുത്. അത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന വഴികാട്ടിയാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതിനുള്ള താക്കോൽ ഒരുപക്ഷെ ഈ പുതിയ പ്രവൃത്തിയിലായിരിക്കാം ഒളിഞ്ഞിരിക്കുന്നത്. 5ാമത്തെ ലക്ഷണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് കാണുക എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു പുതിയ ജോലി കിട്ടാനായി ആഗ്രഹിക്കുകയും അതിനായി ശ്രമിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് കരുതുക. പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അവർ ആഗ്രഹിച്ച ജോലി കിട്ടിയെന്ന വാർത്ത നിങ്ങൾ കേൾക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും പുതിയ വീടുകൾ വയ്ക്കുന്നതും ഗൃഹപ്രവേശനം നടത്തുന്നതും നിങ്ങൾ കാണുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും ആളുകൾക്ക് അസൂയയോ അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താണ് ഇത് ലഭിക്കാത്തത് എന്ന ചിന്തയോ ആണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ അതേ ഫ്രീക്വൻസിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. പ്രപഞ്ചം ആ ആഗ്രഹത്തെ നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് എത്തിച്ചിരിക്കുന്നു. അത് നിങ്ങളിലേക്കെത്താൻ ഇനി അധികം സമയമില്ല. മറ്റുള്ളവർക്ക് ആ കാര്യം ലഭിക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെടുന്നതിനു പകരം അവർക്കുവേണ്ടി ആത്മാർത്ഥമായി സന്തോഷിക്കുക. അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിലൂടെ നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്ന സന്ദേശം നിങ്ങൾ ആ കാര്യത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ്. ഈ പോസിറ്റീവായ മനോഭാവം നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ വേഗത വർദ്ധിപ്പിക്കുകയും ആ ലക്ഷ്യത്തെ വളരെ വേഗം നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. 6ാമത്തെ ലക്ഷണം നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ ലഭിക്കുന്ന വ്യക്തമായ സൂചനകളാണ്. നമ്മുടെ ഉപബോധമനസ്സ് വളരെ ശക്തമാണ്. നാം ഉറങ്ങുമ്പോൾ നമ്മുടെ ബോധമനസ്സ് വിശ്രമിക്കുന്നുണ്ടെങ്കിലും ഉപബോധമനസ്സ് പൂർണ്ണമായും ഉണർന്നിരിക്കും. നിങ്ങളൊരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ ആ ചിന്തകൾ നിങ്ങളുടെ ഉപബോധമനസ്സിൽ ആഴത്തിൽ പതിയുന്നു. മാനിഫെസ്റ്റേഷൻ അതിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നുകഴിഞ്ഞതായി നിങ്ങൾക്ക് വളരെ വ്യക്തമായ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. ഈ സ്വപ്നങ്ങൾ വളരെ യാഥാർത്ഥ്യമായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഉറക്കമുണർന്നതിനു ശേഷവും ആ സ്വപ്നത്തിന്റെ സന്തോഷവും സമാധാനവും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കും. നിങ്ങൾ പുതിയതായൊരു സ്ഥലത്ത് പോകുന്നതായോ ആഗ്രഹിച്ച വ്യക്തിയോടൊപ്പം സമയം ചിലവഴിക്കുന്നതായോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നജോലിയിൽ പ്രവേശിക്കുന്നതായോ ഒക്കെ സ്വപ്നം കാണാം. ഇത്തരം സ്വപ്നങ്ങൾ നിങ്ങളുടെ ഉപബോധമനസ്സ് ആ പുതിയ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായും അംഗീകരിച്ചു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ്. നിങ്ങളുടെ ഉപബോധമനസ്സ് ഒരു കാര്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ഭൗതിക ലോകത്ത് സംഭവിക്കാൻ അധികം സമയം വേണ്ടിവരില്ല. അതിനാൽ ഇത്തരം സുന്ദരമായ സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് വെറുമൊരു സ്വപ്നമായി തള്ളിക്കളയാതെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നതിന്റെ ഉറപ്പായ ലക്ഷണമായി കണക്കാക്കുക. 7ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലക്ഷണം നിങ്ങളുടെ ആഗ്രഹം ഇതിനോടകം തന്നെ സാധിച്ചു കഴിഞ്ഞു എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാവുക എന്നതാണ്. മാനിഫെസ്റ്റേഷന്റെ ലോകത്ത് ഇതിനെ ലിവിംഗ് ഇൻ ദി എൻഡ് എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം ഇതുവരെ ഭൗതികമായി നിങ്ങളുടെ കൈകളിൽ എത്തിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അത് ലഭിച്ചതിന് തുല്യമായ സന്തോഷവും പൂർണ്ണതയും അനുഭവപ്പെടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതിനോടകം തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു എന്ന പൂർണ്ണമായ വിശ്വാസം നിങ്ങളിൽ ഉടലെടുക്കും.
ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയങ്ങളും ഉത്കണ്ഠകളും ഉണ്ടാകില്ല. ഒരു കാര്യത്തിനായി നമ്മൾ പണം നൽകി ഓർഡർ ചെയ്ത ശേഷം അത് നമ്മുടെ വീട്ടിൽ എത്തും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ സമാധാനമായി കാത്തിരിക്കുന്നതുപോലെയാണിത്. ഈ മാനസികാവസ്ഥയിലെത്തുമ്പോൾ നിങ്ങൾ നിരന്തരം മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ചെയ്യാനോ ആഗ്രഹത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാനോ ശ്രമിക്കില്ല. കാരണം അത് നിങ്ങളുടെ സ്വന്തമാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാം. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പൂർണ്ണമായും ആ ആഗ്രഹത്തിന്റെ ഫ്രീക്വൻസിയുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ അവസ്ഥ വ്യക്തമാക്കുന്നത്. ഈ പൂർണ്ണതയുടെ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാകുന്നതിനെ തടയാൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കില്ല. ഇത് ഏറ്റവും ഉയർന്ന ഊർജ്ജനിലയാണ്. ഇവിടെ നിന്നാണ് അത്ഭുതങ്ങൾ ജനിക്കുന്നത്. ഈ 7 ലക്ഷണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങൾ ശരിയായ പാതയിലാണ്. പ്രപഞ്ചം നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും നിരീക്ഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടത് തരാനായി അണിയറയിൽ തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ യാത്രയിൽ ക്ഷമ വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കില്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്, എന്നാൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായ സമയത്ത് പ്രപഞ്ചം അത് നൽകുക തന്നെ ചെയ്യും. സംശയങ്ങൾ ഒഴിവാക്കി പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് മുന്നിൽ തന്നെയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്.